മലയാളത്തിൻ്റെ ക്ലാസിക് കലാകാരൻ MT വാസുദേവൻ നായർ. ഒരിക്കലും അദ്ദേഹത്തെ ഒന്ന് കണ്ടുമുട്ടുക എന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്ന ഒരാളാണ് ഞാൻ. കാരണം അദ്ദേഹത്തിൻ്റെ കഥകളും സിനിമകളൊക്കെ കണ്ടു വളർന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ആ ആരാധന ഇന്നും നിലനിൽക്കുന്നതാണ്. നമ്മൾ മലയാളികളുടെ മനസ്സിൽ മുഴുവൻ MT വാസുദേവൻ നായർ എന്ന MTV ഒരിക്കലും മരിക്കാത്ത ഓർമ്മയായി നിലനിൽക്കുന്ന കാര്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കഥകൾ, വള്ളുവനാടൻ രീതിയിലുള്ള കഥകൾ, നിളയുമായിട്ട് ബന്ധപ്പെട്ട കഥകൾ, ഇതെല്ലാം ഓരോ മലയാളിയെയും അല്ലെങ്കിൽ ഈ നിളയുടെ ഭാഗത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യൻ എന്ന നിലയിൽ എപ്പോഴും ആദരിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലെപ്പോഴും സ്മരിക്കുന്ന ഒരു മനുഷ്യനായിട്ട് MTയെ കൊണ്ടു നടക്കുന്ന ഒരാളാണ് ഞാൻ. സൗഭാഗ്യമായി കരുതട്ടെ അദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിക്കാനും അദ്ദേഹത്തെ കാണാനുമുള്ളൊരു അവസരം എനിക്ക് ലഭിക്കുകയുണ്ടായി. ആ അവസരമാണ് ഇന്നത്തെ വീഡിയോ. നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ, സാഹിത്യകാരൻ, നാടകകൃത്ത്, ഇതിനപ്പുറം ഒരു വള്ളുവനാട്ടുകാരൻ എന്നീ നിരകളിൽ പ്രശസ്തനായ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ കടന്നു ചെല്ലുന്നത്. അത് വേറെ ആരുമല്ല, മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന MT വാസുദേവൻ നായർ. പുന്നയൂർക്കുളത്തുകാരനായ തെണ്ടിയത്ത് നാരായണൻ നായരുടെയും കൂടല്ലൂരുകാരിയായ അമ്മാളുവമ്മയുടെയും ഇളയ മകനായിട്ടാണ് ജനനം. തൃശ്ശൂർ ജില്ലയിലെ പുന്നയൂർക്കുളത്തും പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരുമായിട്ടായിരുന്നു ചെറുപ്പകാലം ചെലവഴിച്ചത്. അതിൻ്റെ നേർക്ക് കാലിട്ടിട്ട് കിടക്കാൻ കൂടി പാടില്ല എന്നൊക്കെ പറയും. രാത്രി കിടക്കുമ്പോൾ ഞങ്ങളുടെ കാലുണ്ട്, അച്ഛൻ്റെ നേർക്ക് കാലുണ്ട്. അവിടുന്ന് യാത്രയൊക്കെ പറഞ്ഞിട്ടാണ് കുട്ടികളൊക്കെ പോയിരുന്നത് പഠിക്കാൻ പഠിക്കാനൊക്കെ. ഈ പണ്ട് വെളിച്ചപ്പാടൊക്കെ ഉള്ള കാലഘട്ടം, ആ കാലഘട്ടം എനിക്ക് ഓർമ്മയില്ല. ഇല്ല, വേറെ എവിടുന്നോ കൊണ്ടുവന്നിട്ട് അവിടെ സ്വന്തം വെളിച്ചപ്പാടുണ്ടായിരുന്നു. വേറെ ഏതോ സ്ഥലത്തുനിന്ന് തൽക്കാലത്തേക്ക് ആവശ്യത്തിന് അങ്ങനെ എന്തെങ്കിലും ചടങ്ങുണ്ടെങ്കിൽ അവിടുത്തെ വെളിച്ചപ്പാടിൻ്റെ കൊണ്ടുവരിക. അത് ഞാൻ കണ്ടിരുന്നു വേറെ ഏതോ അമ്പലം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ അലട്ടുന്നുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കഥാകാരനെ. എങ്കിലും അദ്ദേഹത്തെ കാണുക എന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ ഒരു ഭാഗ്യമായി ഞാൻ കണക്ക് കൂട്ടുന്നു. ഈ വേളയിൽ വളരെ ലളിതമായി, വളരെ ഭവ്യതയോടെ അദ്ദേഹത്തിനടുത്ത് നിന്ന് ഈ ക്യാമറയെ ഷൂട്ട് ചെയ്യുമ്പോൾ അദ്ദേഹം എന്നെ നോക്കി. അസുഖം ബാധിതനാണ്, അതുകൊണ്ട് തന്നെ അധികം സംസാരിക്കാൻ വയ്യ, ഉറക്കെ ഒച്ചയിടാൻ വയ്യ. പൊതുവെ അദ്ദേഹം പറയുന്നത് നമുക്കധികം കേൾക്കാൻ കഴിയാറില്ല. കാരണം വളരെ ലളിതമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ സംസാരം. ഭഗവതിനുള്ള ഒരു വലിയൊരു കൺസെപ്റ്റ് ഉണ്ട്. അവിടെ തൊഴുതിട്ട് പോകണം, അവിടെ വരുമ്പോൾ അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട്. അതോ അതിൻ്റെ നമുക്കൊക്കെ താല്പര്യമില്ല. അദ്ദേഹവുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കിയത് പള്ളിപ്പുറം എന്ന് പറയുന്ന പട്ടാമ്പിക്കടുത്തുള്ള പള്ളിപ്പുറത്തുള്ള കൊടിക്കുന്ന് അമ്പലത്തിലെ ഭാരവാഹികളാണ്. അവരുമായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണാനായിട്ട് അദ്ദേഹത്തിൻ്റെ കോഴിക്കോടുള്ള വീട്ടിലേക്ക് ചെല്ലുന്നത്. സിത്താര എന്ന വീട്ടിൽ കുറച്ചു ദിവസമായി അസുഖങ്ങൾ അലട്ടിക്കൊണ്ട് അതിനെ തരണം ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് അദ്ദേഹം. ഷെൽഫ് നിറയെ പുരസ്കാരങ്ങളാണ്. ഒരു ജീവിതം മുഴുവൻ കഥകൾ എഴുതി മലയാളികളെ വിസ്മയിപ്പിച്ച പ്രിയ കലാകാരൻ്റെ പുരസ്കാരങ്ങൾ. തൻ്റെ കഥകളിൽ എപ്പോഴും വള്ളുവനാടൻ ക്ഷേത്രങ്ങളെക്കുറിച്ചും അവിടുത്തെ ആചാരങ്ങളെക്കുറിച്ചുമൊക്കെ MT വിവരിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം കഥ തന്നെയാണ്. പലപ്പോഴും നമ്മൾ കേട്ട് മറന്ന
ചില സംഗതികളൊക്കെ ഈ കഥകളിൽ വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോൾ ഓർമ്മിക്കാൻ അതുമാത്രം മതി നമുക്ക്. 1995 ഭാരതത്തിലെ സാഹിത്യരംഗത്തെ ഏറ്റവും ഉയർന്ന പുരസ്കാരമായ ജ്ഞാനപീഠം MTക്ക് ലഭിച്ചു. 2005 MTയെ പത്മഭൂഷൺ ബഹുമതി നൽകി രാഷ്ട്രം ആദരിച്ചു. 2013 കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നൽകി. അവാർഡുകൾ അദ്ദേഹത്തെ തേടിയെത്തുന്നത് അനുയോജ്യമായ വ്യക്തി ആയതുകൊണ്ട് തന്നെയാണ്. എത്രയെത്ര അവാർഡുകളാണ് ഇവിടുത്തെ ഈ ഷെൽഫിനുള്ളിൽ ഉള്ളത്. ഓർമ്മകൾ പതുക്കെ അയവിറക്കുന്ന MTയാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. ബാല്യകാലത്തിലേക്ക് അദ്ദേഹം എപ്പോഴൊക്കെയോ തിരിച്ചു പോകുന്നുണ്ടായിരുന്നു. നമ്മളോട് സംസാരിക്കുന്നതിനിടയിൽ പട്ടാമ്പിയിലെ വിദ്യാഭ്യാസ ജീവിതവും അതുപോലെ തന്നെ കോപ്പൻ മാസ്റ്ററുടെ കുടിപ്പള്ളിക്കൂടത്തിലാണ് വിദ്യാഭ്യാസം ആരംഭിച്ചതെന്ന്, പിന്നെ മലമക്കാവ് എലിമെൻ്ററി സ്കൂളിലും കുമരനെല്ലൂർ ഹൈസ്കൂളിലും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. പാലക്കാട് വിക്ടോറിയ കോളേജിൽ ഉപരിപഠനം. ഒരു ജോലി ലഭിക്കാനുള്ള സാധ്യത പരിഗണിച്ച് രസതന്ത്രമായിരുന്നു ഐച്ഛിക വിഷയമായിട്ട് എടുത്തിരുന്നത്. കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം 1-2 സ്കൂളുകളിൽ അധ്യാപകനായി ജോലി ചെയ്തു. 1954 പട്ടാമ്പി ബോർഡ് ഹൈസ്കൂളിൽ പിന്നെ ചാവക്കാട് ബോർഡ് ഹൈസ്കൂളിലും അധ്യാപകനായി. MTയുടെ ഓർമ്മകളിൽ നിളയുണ്ട്, അതിൻ്റെ തീരത്തെ ആളുകളുണ്ട്. ആ ആളുകളിൽ ചിലപ്പോൾ ഞാനും നിങ്ങളും ഒക്കെ ഉണ്ടാവും. അതാണ് MT. നേരിൻ്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സംശുദ്ധമായ കഥകളാണ് MTയുടെ കഥകളായി രൂപപ്പെട്ടത്. നമ്മൾ ഇന്നും കേട്ടിരിക്കുമ്പോഴും വായിച്ചിരിക്കുമ്പോഴും കണ്ടിരിക്കുമ്പോഴും ആ നോവ് അത് പകർന്നു നൽകുന്നത് MTയുടെ കഥകളുടെ പ്രത്യേകതയാണ്. മലയാള ചലച്ചിത്ര രംഗത്തും MTയുടെ സംഭാവനകൾ ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. 1963-64 കാലത്ത് സ്വന്തം കഥയായ മുറപ്പെണ്ണ് തിരക്കഥ എഴുതി MT ചലച്ചിത്ര ലോകത്ത് പ്രവേശിച്ചു. 1973 ആദ്യമായി സംവിധാനം ചെയ്ത് നിർമ്മിച്ച നിർമാല്യം എന്ന ചിത്രത്തിന് രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കം ലഭിച്ചു. 50-ലേറെ തിരക്കഥകൾ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന് 4 തവണ ഈ മേഖലയിൽ ദേശീയ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. മലയാള സാഹിത്യത്തിന് നൽകിയ അമൂല്യ സംഭാവനകൾ കണക്കിലെടുത്ത് 1996 കാലിക്കറ്റ് സർവകലാശാല ബഹുമാന സൂചകമായി ഡീലിറ്റ് ബിരുദം നൽകി ആദരിച്ചു. 1995 ജ്ഞാനപീഠ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. 2005 പത്മഭൂഷൺ നൽകി MTയിലെ പ്രതിഭയെ ഭാരത സർക്കാർ ആദരിക്കുകയുണ്ടായി. ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കൃതികൾ നിരവധി ഇന്ത്യൻ ഭാഷകളിലേക്കും വിദേശ ഭാഷകളിലേക്കും മൊഴിമാറ്റം നൽകി. ശരിക്കും വള്ളുവനാടൻ ഭാഷ സംസാരിക്കുന്ന കഥാപാത്രങ്ങളെ നമ്മൾ കണ്ടതും MTയുടെ സിനിമയിലൂടെയാണ്. എത്രയെത്ര കഥാപാത്രങ്ങൾ ഇന്നും മനസ്സിൽ ജീവിക്കുന്നു. ഇരുട്ടിൻ്റെ ആത്മാവാണ് ഞാൻ വായിച്ച ആദ്യത്തെ പുസ്തകം. അതിലെ മാനസിക വെല്ലുവിളി നേടുന്ന ഭ്രാന്തൻ വേലായുധൻ എപ്പോഴും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രം. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിപ്പോകാറുണ്ട് ഞാൻ ആ വേലായുധനാണോ എന്ന്. അത്തരം മനുഷ്യ മനസ്സിനെ ഇത്രത്തോളം സ്വാധീനിക്കുന്ന ഒരു കഥാകാരൻ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് സത്യം. നമുക്ക് ഓരോരുത്തർക്കും ഓരോ കഥാപാത്രങ്ങൾ നൽകി അത് നമ്മളാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു സൃഷ്ടികൾ. ഈ യാത്ര തികച്ചും സഫലമായ യാത്രയാണ്. മലയാളത്തിൻ്റെ സ്വന്തം കഥാകാരനെ കണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നൊരു കാപ്പിയും കുടിച്ച്
തിരിച്ചിറങ്ങുമ്പോൾ മനസ്സിൽ ഇനിയൊരു വികാരമില്ല. ഇത് സത്യസന്ധമായ ഒരു യാത്രയുടെ ഓർമ്മക്കുറിപ്പാണ്. എൻ്റെ ഹൃദയത്തിൽ നിന്നും അത് വരിയായി എഴുതപ്പെട്ടതാണ്. അവിടെ അകത്തും പോയിട്ട് മനസ്സിലൊരാഴ്ചക്കുള്ളിൽ വരുന്നതാണ്.